ബി.ജെ.പി മൂന്നാം ഊഴത്തിലേക്ക് നടന്നു കയറുകയാണ്. തൃശൂരിൽ ബി.ജെ.പി അക്കൌണ്ട് തുറക്കുകയും ചെയ്തു. പക്ഷേ പറഞ്ഞ വിജയം അവർ നേടിയെടുത്തോ? ബി.ജെ.പിക്ക് എന്താണ് സംഭവിച്ചത്? നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ ഉള്ളത് മുതിർന്ന നേതാവ് കൂടിയായ പി.സി. ജോർജാണ്. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തുപറ്റി? കുറച്ചു ദിവസങ്ങളായി കാണാനില്ല, ചാനൽ ചർച്ചകളിലില്ല, അഭിപ്രായം പറയാനില്ല. ചാനൽ ചർച്ച ഞാൻ മനഃപൂർവ്വം കുറച്ച് നാളായിട്ട് മാറിയിരിക്കാം. ഇപ്പൊ ചെറുപ്പക്കാർ വരട്ടെ, ആ ഒരു കാഴ്ചപ്പാടില്ല. സത്യത്തിൽ ഇത്തരം ഇങ്ങനെ സംസാരിക്കുന്ന ഒരു നേതാവ് കേരളത്തിലില്ല. ചെറുപ്പക്കാർ വരട്ടെ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ ഇല്ല എന്നാണ് ശരി. എല്ലാം നമ്മൾ മാത്രം ഞാൻ അതിനെതിരാ. അടുത്ത തലമുറ അവിടെ ചെറുപ്പക്കാർ, ഞാൻ ചാനലുകാർ വിളിക്കും പറയുമല്ലോ, വേറെ പിള്ളേരെ വിളിക്കും, ഞാൻ വരില്ല എന്ന് പറയും. ഞാൻ മനഃപൂർവ്വമാണ്. കാരണം അടുത്ത എത്ര 10-50 കൊല്ലമായിട്ട് ഇപ്പം നിറഞ്ഞിങ്ങനെ നിൽക്കില്ല മനുഷ്യനല്ലേ. ഇനി അടുത്ത തലമുറയിൽ കൂടെ ഇപ്പോഴും ഞാൻ തന്നെ ഇത് മുഴുവൻ വേണമെന്ന് പറയുന്നത് എന്നെ ന്യായം കൊടുക്കണം, മാറിയതായിട്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ധന്യ പറഞ്ഞെന്താ, ബി.ജെ.പി നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹിച്ച പോലെ സാധിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. എവിടെയാണ് അടി പതറിയത്? ഞാൻ പറയുന്നത് എനിക്കൊരു സംശയമില്ല, പറയുന്നത് എനിക്ക് ഒരു മടിയില്ല. കൊണ്ട കാര്യം തുറന്നു പറയുന്ന പാർട്ടിക്കാണ്. കേരളം വിട്ട് അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് ചെറിയ ഒരു നഷ്ടബോധം ഉണ്ടായിട്ടുള്ളൂ. കാരണം പലതാ. നേതാക്കന്മാരുടെ ഒരു കൂട്ടായ യജ്ഞം ശരിയായ രീതിയിൽ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് എനിക്കറിയില്ല. ഞാൻ അതിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു സത്യമാണ്, അല്പം കൂടി ശ്രദ്ധിച്ച് UP മറ്റും യോഗി ആദിത്യനാഥ് പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ, അപ്പൊ അങ്ങനെ ചില അപാകത. അവിടെ എത്ര 80 സീറ്റില്ല, കോൺഗ്രസ് പിന്നെ പോയി നാണക്കേടായില്ലേ. പക്ഷെ അങ്ങനെയൊക്കെ പല അഖിലേന്ത്യാ അങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സത്യമുണ്ട്, കേരളത്തിൽ ഞങ്ങൾ ബി.ജെ.പിക്കാർ പറഞ്ഞത് മുഴുവൻ പ്രാവർത്തികമാക്കി. സീറ്റിന്റെ എണ്ണം നോക്കിയാൽ അത് കൂടുതൽ വേണം ന്യായമായിട്ട്. പക്ഷേ എല്ലാ നിയോജകമണ്ഡലത്തിൽ നിർണായകമായ വോട്ട് ശതമാനം ഉണ്ടാക്കി ഞങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം ലാറ്റിൻ മേഖല, നമ്മുടെ മത്സ്യത്തൊഴിൽ മേഖലയിൽ ഉള്ള വോട്ട് ബി.ജെ.പിക്ക് അനുകൂലമായി വീണമെങ്കിൽ 2 MP-മാരായിരുന്നു. നമ്മുടെ മന്ത്രി മുരളീധരൻ 3 ലക്ഷത്തിന് മുകളിൽ വോട്ടാ പിടിച്ചത്, മനസ്സിലായിരുന്നു ആറ്റിങ്ങലിൽ. പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മോശമായിരുന്നു. എല്ലാ സ്ഥലത്തും വളരെ ശക്തമായി മുന്നോട്ട് വരാൻ കഴിയും. കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി.ജെ.പിക്ക് 20% വോട്ടായി. ഇപ്പോൾ മനസ്സിലായില്ലേ? വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കണ്ടിടത്തോളം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു 50% ഇപ്പോൾ ബി.ജെ.പിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചു. ബാക്കി 50 കൂടെ വരണം. അതിനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങുക. ഒരു കൊല്ലത്തിനകം മുഴുവൻ അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങളത് തെളിയിക്കും, ഒരു സംശയം വേണ്ട. ഈ മോദിയോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് കുറഞ്ഞു തുടങ്ങിയതിന്റെ അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പറയുന്നതിന് അർത്ഥമില്ല. മോദി എന്ന് എല്ലാവരും പറഞ്ഞപ്പോഴത്തേന് സ്വല്പം കൂശുമ്പുണ്ടായി, ഞാൻ സമ്മതിക്കുന്നു. സത്യത്തിൽ അദ്ദേഹം വല്ല തെറ്റും ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അതിപ്പം കേരളത്തിലെ പത്രങ്ങളും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്താവനയും നേതാക്കന്മാരുടെ പ്രസ്താവനയും കണ്ടാൽ കോൺഗ്രസിന്റെ 100 ബി.ജെ.പിയുടെ 240 വലുതെന്ന് തോന്നുന്നു. 240 കണക്കിലില്ല, 100. കോൺഗ്രസ് എന്നാ കുന്തമാണ് കോൺഗ്രസ് 100 ഈ രാജ്യം മുഴുവൻ ഭരിച്ചിട്ട് 4-3 പാർലമെന്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോട് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസാണ് ഈ പരുവായി കിടക്കുന്നത്. എന്തുണ്ട് സാധനം? രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഈ പോക്കും ഈ കുറെ ആളുകളെ കുഴിച്ചും ബഹളും ഒക്കെ വന്നതുകൊണ്ട് 100 സീറ്റ് തികയ്ക്കാൻ ഒത്തു. ശരി, ആ സമയത്ത് 240 ഉണ്ട് ബി.ജെ.പിക്ക്. 3 സീറ്റ് എത്ര, 2 സീറ്റ് തുടങ്ങി ബി.ജെ.പി 240 നിൽക്കുന്നത്. അവരുടെ ഭൂരിപക്ഷം 300 ആയില്ലേ ഇപ്പോൾ? ഒരു സംശയം വേണ്ട, പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ ആ ഭൂരിപക്ഷം 350 ആവും. കാരണം ജയിക്കത്തിനൂടത്തിൽ ഇപ്പം നിൽക്കാനല്ല ജനങ്ങളെ കിട്ടുള്ളൂ. നമ്മുടെ MP-മാരെ വളരെ നമുക്കറിയാമല്ലോ, അതുകൊണ്ട് പറയുക. അപ്പോൾ ആ നില വരും. കേരളത്തെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അഭിമാനബോധത്തോട് പറയാൻ കഴിയും, പ്രിയങ്കരനായ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി നമ്മുടെ ബി.ജെ.പിയുടെ മുഴുവൻ നേതാക്കന്മാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട.
നല്ല വിജയം കിട്ടി എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. ഈ 5 വർഷം നരേന്ദ്രമോദി തികയ്ക്കും. 5 വർഷം ഈ കാരണം മറ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ ഘടകകക്ഷികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് ഭരണം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഈ 5 വർഷം ആരെങ്കിലും കാല് വാരാൻ സാധ്യതയുണ്ടോ? 5 വർഷം ഈ സ്ഥാനം. ആ ചോദ്യത്തിന് അർത്ഥമില്ല. ധന്യ നാളെ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ തന്നെ പറയും, പറ്റുമോ പറയാൻ? അതുപോലൊരു ചോദ്യമായി. BJP 5 കൊല്ലം ഭരിക്കുമെന്ന് വെച്ചാൽ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ 5 കൊല്ലം ഭരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇല്ലെങ്കിൽ പോട്ടെന്ന്, അടുത്ത ഇലക്ഷൻ നടട്ടെ, അപ്പൊ ഭൂരിപക്ഷം ഒരുമിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കോളും. എന്റെ അഭിപ്രായം അതാണ്. നമുക്ക് കേരളത്തിലേക്ക് വരാം. തൃശ്ശൂര് സുരേഷ് ഗോപി ഇങ്ങെടുത്തു, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കൊടുത്തു. ഇപ്പൊ ഈ ട്രോളുകളൊക്കെ വരുന്നത് കുറെ കാലങ്ങൾക്ക് മുൻപ് ഒരു സിനിമാ നടി പറഞ്ഞ ഒരു താരം പറഞ്ഞ വാക്കുകളാണ്. അതായത് ഇന്ത്യ കൊടുത്തില്ല, പിന്നെയല്ലേ തൃശ്ശൂര് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. കെ മുരളീധരൻ തന്നെ പറഞ്ഞു, ഞാൻ ഇനി മത്സര രംഗത്തേക്കില്ല, എന്നെ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. പലരും തന്റെ തോൽവിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെയുള്ള. നേരത്തെ ഇത് പത്മജ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് തിരിച്ചറിയാൻ കെ മുരളീധരൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് മാത്രമാണ്. ഈ സുരേഷ് ഗോപിയുടെ വിജയം ഈ ട്രോളിയവരോടും ഒക്കെയുള്ള ഒരു മറുപടിയായിട്ട് എന്താ BC ക്ക് പറയാനുള്ളത്? പറയാണെന്ന് വെച്ചാൽ, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ പ്രവർത്തകനാൽ രാഷ്ട്രീയക്കാരനല്ല. അർത്ഥം മനസ്സിലായി. അങ്ങനെ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഒരു നല്ല കലാകാരനാണ്. അതോടൊപ്പം പൊതുപ്രവർത്തകർക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ള ആളാണ്. പാവങ്ങളോട് ദീനാനുകമ്പയുള്ളവനാണ്. ആര് സഹായം അഭ്യർത്ഥിച്ചാലും കയ്യിലുള്ളത് കൊടുക്കും. ഇങ്ങനെ ആരിയ്ക്കുന്നു? സിനിമാ നടന്മാർ എത്ര വിലയുണ്ട്? മമ്മൂട്ടിയൊക്കെ വില കൊടുക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച്. അപ്പൊ ഇങ്ങനെ ഉള്ളതുപോലെ കൊടുക്കുക. പിന്നെ യാതൊരു വർഗീയത എന്ന സാധനം വരത്തില്ല. പുള്ളിക്ക് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഒന്നാണ്. ആ ഒരു മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വിജയം അനിർവാര്യമായിരുന്നു. ആ വിജയം കൊടുത്ത തൃശ്ശൂരെ ജനങ്ങളോട് എളിയവനായ എന്റെ നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു സംശയമുണ്ട്, അത് ആവശ്യമായ വിജയമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. മനസ്സിലായി? കാരണം തൃശ്ശൂര് ഒരു അറിയാമല്ലോ, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയയാണ്. അവിടെ എല്ലാം നല്ല ഭൂരിപക്ഷമാണ്. നന്നായി. അത് തന്നെയല്ല, കേരളത്തിലെ മൊത്തമായിട്ട് BJPക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം ആരും പ്രതീക്ഷിക്കാത്തതാണ്. എതിരാളികൾ മുഴുവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്നിടത്ത് മാറ്റം വന്നിരിക്കുന്നു. അതിൽ കുറവ് വന്നു എന്ന് പറയാനുള്ളത് ആകെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട സ്ഥാനാർത്ഥിയുടെ കുഴപ്പം പറയുന്നില്ല. സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആള് AK ആന്റണിയുടെ മകനാണ്. പക്ഷേ AK ആന്റണിയുടെ മകൻ ആണ് എന്നതുകൊണ്ട് മാത്രമുള്ള ബന്ധമല്ലാതെ വേറൊരു ബന്ധവും പത്തനംതിട്ടയായിട്ട് ഇല്ലാതെ. അത് ഐസക്കിന് പറ്റുക, ഇടതുപക്ഷത്തിന്. ഐസക്ക് ആലപ്പുഴക്കാരൻ, ഒരു ബന്ധമില്ല അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ BJPയുടെയും നമ്മുടെ CPMന്റെയും സ്ഥാനാർത്ഥിക്ക് പറ്റിയ ഒരേ അപകടമാണ് ബന്ധങ്ങളില്ലാതെ. അതുകൊണ്ട് 3 പ്രാവശ്യം MP ആയിരുന്ന ഒരു ജനബന്ധമുണ്ട്, പരിചയമുണ്ട്. ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്തിട്ടില്ല എന്ന് പരാതി ഉണ്ടെങ്കിലും ആളെ അറിയാവുകൊണ്ട് ആം കടന്നോട്ടെന്ന് വെച്ചു. മനസ്സിലായി? സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പറയാനുള്ള, ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പം രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുമായി ജനബന്ധമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളെ, നാടുമായി ബന്ധമുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ധാർമ്മികത നമ്മളെല്ലാവരും കാണിക്കുക, എല്ലാ രാഷ്ട്രീയ പാർട്ടി. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അതൊരു ഗുണമുള്ളൂ. ഇപ്പൊ സുരേഷ് ഗോപി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സുരേഷ് ഗോപി അവിടെ ക്യാമ്പായിരുന്നു. അതല്ല, അയാൾ സത്യം പറയും, കള്ളം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തായിരിക്കും, തൃശ്ശൂർ ഏത് കാര്യത്തിനും ഉണ്ടാവും. സാറിന് ഏതാനും ഞാൻ തൃശ്ശൂരേക്ക് താമസം മാറ്റണം, അയാൾ പറഞ്ഞില്ല. മനസ്സിലായല്ലോ? ഞാൻ തിരുവനന്തപുരത്തായിരിക്കും. അയാളുടെ മര്യാദ, ആ സത്യം ജനം വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഈ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയോ? പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നുള്ള കാര്യം എനിക്കെന്താ? പാർട്ടി സ്ഥാനാർത്ഥി നിശ്ചയിച്ചപ്പം പറ്റിയത് കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇവിടുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ് സംഭവിച്ചത്. അല്ലാതെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് പാർട്ടിക്ക് തോന്നി. അത് മാത്രമല്ല, പാലാ മണ്ഡലത്തെ കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന PC ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് നിൽക്കും എന്ന ഉറപ്പ് വന്നിടത്താണ് പെട്ടെന്ന് അനിൽ ആന്റണിയെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അവിടെ തീരുമാനങ്ങളിൽ ചില കുത്തിത്തിരികലുകൾ, ചില ഗൂഢാലോചനകൾ നടന്നിട്ടില്ലേ? ഞാൻ അറിയാൻ പാടില്ലാത്തതിന് ഞാൻ എങ്ങനെ പറയും? എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആളല്ല. പിന്നെ ഇവിടെ
ഈ BJPയുടെ പ്രവർത്തകരുടെ ഇടയിൽ RSS പ്രവർത്തകരുടെ ഇടയിലും അഭിപ്രായം ചോദിച്ചപ്പം അവർ PC അവരുടെ പേര് പറഞ്ഞു എന്നുള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം BJPയോടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ എന്റെ പിണറായി വിജയനെ ഈ വീട്ടിൽ നിന്ന് 4 പ്രാവശ്യം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയ സമയത്തൊക്കെ എന്റെ സഹായത്തിന് ഓടിയെത്തത് BJPയുടെ RSSന്റെയും പ്രവർത്തകരാണ്. ഇവിടെ മുതൽ തിരുവനന്തപുരം വരെ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. 100 കണക്കിന് RSS പ്രവർത്തകർ റോഡിലിറങ്ങി എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ശബരിമല പിണറായി വിജയൻ തുണിയില്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഏറ്റവും നിർബന്ധമാണല്ലോ. തടഞ്ഞത് ഞാനാണ്. ആദ്യം പോയി തടഞ്ഞ് ബഹളമായി 1000 അയ്യപ്പന്മാർ കൂടി. അവിടെയും BJP സുരേന്ദ്രൻ ഉൾപ്പെടെ വന്നു. അവിടെയും എന്നെ സഹായത്തിന് എത്തുന്നത് BJP RSS ആണ്. അപ്പൊ അവരോട് എനിക്ക് അഭേദ്യമായ ബന്ധവും സ്നേഹമുണ്ട്. നമ്മൾ എന്റെ ജീവൻ ഈ നിലയിൽ നിലനിർത്തി തന്ന ആളുകൾ എന്നതിൽ അവരോടുള്ള ബന്ധം ഒരു കാരണവശാലും എനിക്ക് കളയാൻ കഴിയും. അല്ല, പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഒരു സ്ഥാനാർത്ഥിയെ ഒരു സ്ഥലത്ത് നിർത്തേണ്ടത്? അതിപ്പോ അങ്ങനെ അല്ലാതെയും വരും. ചിലപ്പോ ഇപ്പൊ കേന്ദ്ര നേതൃത്വ സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോൾ പല മാനദണ്ഡങ്ങളുണ്ട്. PC-യുടെ ഇഷ്ടക്കുറവുള്ള നേതാവ് ആരായിരുന്നു? PC നിൽക്കേണ്ട എന്ന് പറയാൻ തക്ക രീതിയിൽ ഗൂഢാലോചന നടത്തിയ ഒരു നേതാവ് ആരായിരിക്കും? എനിക്കറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ പറയുന്നത്? നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എന്നോട് അങ്ങനെ വ്യക്തിപരമായ വിരോധമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. വ്യക്തിപരമായ കുശുമ്പുള്ളവർ കാണാൻ, വിരോധമുള്ളവർ കാണാൻ ഞാൻ ആരെയും ഉദ്ധരിക്കാറില്ല. എനിക്കറിയില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടതാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഫീലിംഗ് എനിക്കില്ല. ഇല്ല. കാരണം ഒരു ഇലക്ഷൻ ഞാൻ നിന്നില്ല എന്ന് വിചാരിച്ച് ആകെ മനുഷ്യൻ കാണുമ്പം ഈ 7 വയസ്സ് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചോ ഇനിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാനുള്ള ബാല്യമില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവസാന ചാൻസ് പോലും കൊടുക്കാതെ വേറൊരാളെ സ്ഥാനാർത്ഥിക്ക് തെറ്റായിപ്പോയി എന്നൊരു വികാരമാണ് ഇപ്പോൾ. അല്ല, ബാക്കി ജില്ലകളിലെല്ലാം BJPക്ക് വോട്ട് വിഹിതം കൂടിയപ്പോഴും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മുന്നേറ്റം നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ PC ജോർജാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ BJPക്ക് വോട്ട് വിഹിതം കൂടിയനെ എന്നുള്ളൊരു ജനസംസാരം പുറത്തുണ്ട്. അതിന് തർക്കമില്ലെന്നേ, അത് ഞാൻ തർക്കിക്കുന്നില്ലല്ലോ, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് സ്ഥാനാർത്ഥി അതിനാണ്ടി മോശമെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറയാൻ ഞാനില്ല. കേന്ദ്ര നേതൃത്വം അതൊക്കെ ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ഇവിടെ ഇപ്പോ ഞാൻ വന്നിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ മുന്നേറ്റം കൂടെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൾ ഉൾപ്പെടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം. ആലപ്പുഴ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു എന്റെ ഒരു വിചാരം. എന്തുവാട്ടെ നടന്നില്ല. നടക്കാത്ത കാര്യത്തെ പറ്റി നമ്മൾ വിഷമിക്കേണ്ടത്. ഈ സുരേഷ് ഗോപിക്ക് വർഗീയത പറയുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് ഈ ഗണേഷ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ KSRTC മിനിസ്റ്റർ ഗണേഷ് സുരേഷ് ഗോപി പള്ളിയിൽ ചെന്നിരുന്ന് കഞ്ഞി കൈകൊണ്ട് ഇങ്ങനെ കുടിക്കുന്നതൊക്കെ അതൊക്കെ ഒരു വോട്ട് പിടുത്തത്തിന്റെ രീതിയാണ്, വോട്ട് ആ ഒരു തരത്തിലേക്കാണ് എന്നൊക്കെയുള്ള ഒരു സംസാരമൊക്കെ ഗണേഷ് കുമാർ പരസ്യമായി പറയുകയുണ്ടായി. അത്തരം ഒരു പരാമർശങ്ങളോട് എന്താണ് പറയാനുള്ളത്? അതിപ്പം ഗണേശന് ഇടതുപക്ഷം എന്ന നിലയിൽ സുരേഷ് ഗോപിക്കെതിരായിട്ട് വർത്തമാനം പറയുന്നത് അത് വേറൊരു കുറ്റം പറയാൻ കണ്ടില്ലാത്തതുകൊണ്ട് ആ കുറ്റം പറഞ്ഞു. ഗണേശൻ R ബാലകൃഷ്ണയുടെ മകനാണ്. ഞാനുമായിട്ട് അത്രയേറെ എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കരുതുന്നയാളാണ്. ഒരു നല്ല സ്വഭാവമുള്ളവന്. സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റു രീതിയല്ല, ഒരു ഭരണം എന്ന് ഭരിക്കാൻ അറിയാവുന്ന ഒരാളാണ് ഗണേശൻ. മറ്റു രീതിയിൽ ഗണേശ് അത്ര സ്വഭാവം നല്ലതല്ല എന്നാണോ പറയുന്നത്? അതിപ്പോ തനിക്ക് എന്റെ കൂടെ പറയിപ്പിക്കണം എന്നാക്കൊണ്ട് നടക്കണം, ഞാൻ പറയാനില്ല. അത് ഗണേശന്റെ സ്വഭാവം, പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഗണേശൻ ഒരു മന്ത്രി എന്നതിലും വിജയമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഗണേശന് സുരേഷ് ഗോപി 2 സിനിമാക്കാരനല്ലേ. അപ്പൊ വേറൊരു സിനിമാക്കാരൻ വരണ്ട എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം. എനിക്കറിയില്ല, ഞാൻ ഗണേശനോട് ചോദിക്കാതെ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം. ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണ് അതൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരള ജനപക്ഷം പാർട്ടി BJP ലയിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരെ മെമ്പർഷിപ്പ് എടുത്തുള്ളൂ. ഞാനും ഷോണും ഇടയ്ക്കടി ജോർജ് ജോസഫും. പക്ഷേ ആയിരക്കണക്കിന് എന്റെ പ്രവർത്തകർ ഒരു സ്ഥാനത്ത് എത്തിയിട്ടില്ല. അത് ഇനി വിശദമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അവർക്കെല്ലാം അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് BJPയെ വളരെയേറെ ശക്തിപ്പെടുത്താൻ കഴിയും. അതിനുള്ള ശ്രമത്തിലേക്ക് പോവാണ്. അതിനിപ്പം ഉടനെ ഇനി അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഫുൾ സിംഗിൽ BJPയുടെ പ്രവർത്തനം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഈ ശോഭാ സുരേന്ദ്രനെതിരെ ചില ഗൂഢാലോചനകൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നു. ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചോദിച്ചോ പറയാൻ പറ്റില്ല. എനിക്കൊന്നും അറിയില്ല. ഞാൻ അറിയാത്ത കാര്യം അറിയാൻ PC അറിയാത്ത ഒരു കാര്യവും കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നില്ല എന്നാണ് സത്യത്തിൽ പൊതുവേ ഉള്ള സംസാരം. അപ്പൊ PC ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത് ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് ആരെ സംരക്ഷിക്കുകയും വേണ്ട, ആരും ഉദ്ധരിക്കുകയും വേണ്ട.
BJP അകത്തുള്ള കാര്യം എന്താന്ന് ഞാൻ പഠിക്കട്ടെ. ഞാൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിച്ചിട്ട് പറയാം. എത്ര കാലം എടുക്കും ഈ പഠിത്തം? മേത്തല്ല. എത്ര കാലം എടുക്കും ഇതൊന്ന് പഠിച്ചെടുക്കാൻ? ഒരു 2 മാസത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. ഒരു തുറന്നു പറച്ചിലുകൾ നടക്കും ഉറപ്പായിട്ടും. ഞാൻ ഒളിച്ചു വെക്കുന്ന ഇടപാടിലെല്ലാം തുറന്നു പറയുന്ന സ്വഭാവമല്ലേ. ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇപ്പൊ എന്തുവാ? വളരെ ദയനീയം. പുള്ളി ഹൃദയസമനം ഉണ്ടാകാത്ത ദൈവാനുഗ്രഹമുണ്ട്. കാരണം മോട്ടിച്ചും പിടിച്ചു പറിച്ചാലും ആരും അറിയാലെന്നിരുന്ന എല്ലാം പുറത്തായി. പുള്ളിയുടെ മകളുടെ മോഷണം, മകന്റെ മോഷണം, ഭാര്യയുടെ മോഷണം എല്ലാം പുറത്തായി. അതല്ലേ കണ്ണൂർ മുഴുവൻ പുള്ളിയുടെ സ്വന്തം നിയമത്തിൽ ഇപ്പോഴും വോട്ട് എന്തുമാത്രം BJPക്ക് അല്ലെ കോൺഗ്രസിന് കൂടുതൽ. ഭയങ്കര നാണക്കേടായിട്ടില്ല ഒരു മുഖ്യമന്ത്രി ഇതുപോലൊരു കൊള്ളക്കാരനാകും. സങ്കടമുണ്ട് എനിക്ക്. ഞാനായിട്ട് വ്യക്തിയോട് വളരെയേറെ അടുപ്പവും സ്നേഹം ഉണ്ടായിരുന്ന ആളാണ്. അങ്ങേരെ ലവലിംഗ് കേസ് മുതൽ ഞാനുമായിട്ടാകുന്നത്. പുള്ളി ഒരു നല്ല മനുഷ്യൻ. ആര് ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഈ കള്ളനാക്കിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു. കേരളത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. അയാളെ നശിപ്പിച്ചു. എന്ത് ചെയ്യാം? ആ നശിപ്പിച്ചവരെ ദൈവം ക്ഷമിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ പല ഘടകങ്ങളാണ് ജനവിരുദ്ധത അല്ല, അല്ലെങ്കിൽ പല ഘടകങ്ങളാണ്. ജനങ്ങൾ സർക്കാരിൽ നിന്ന് അകന്നതല്ല, പല ഘടകങ്ങളാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചത് എന്നാണ് പല നേതാക്കന്മാർ, ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നത്. ഗോവിന്ദൻ പറയുന്ന മണ്ടത്തിലൊക്കെ ആളെ എടുത്തു പറയും. അങ്ങേരെ എന്തെങ്കിലും ഈ പിണറായിയുടെ ആഫീസ് കൂടുതൽ വിളിച്ച് പറയുന്നു കണക്കാക്കാൻ പോകണ്ട. പിന്നെ ഇതുപോലെ വലിയൊരു തോൽവി പറ്റിക്കഴിയുമ്പോൾ എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറയണ്ടേ? പിന്നെ എന്ത് വലിയ തോൽവിയെന്ന് എനിക്ക് മനസ്സിലായത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ എന്താ? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഇതുപോലെയായിരുന്നു ഗതി. 19 കോൺഗ്രസ് കൊണ്ടുപോയില്ല, ഒരെണ്ണം ഉണ്ടായിരുന്നു പുറത്ത്. ഇത്തവണ 18 ഉള്ളൂ, 2 ഉണ്ട്. ഒന്ന് BJP, ഒന്ന് കമ്മ്യൂണിസ്റ്റും ഉണ്ട്. അപ്പം പിണറായി വിജയന് ഒരു ദുഃഖത്തിന് പരാജയം ഏറ്റുവാങ്ങിയെന്ന് പറയേണ്ട കാര്യമില്ല. ഒരെണ്ണം കോൺഗ്രസ് തകർന്നല്ലോ. അപ്പൊ പിന്നെ പിണറായി ഇന്ന് എത്ര വിഷമിക്കുന്നു? സത്യത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പരാജയമാണ് കോൺഗ്രസിനുണ്ടായത്. BJPക്ക് അക്കൗണ്ട് തുറന്ന് മാത്രമല്ല കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തും വോട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു. പിണറായിക്ക് ഇച്ചിരി വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പിണറായിയുടെ കയ്യിലിരിപ്പില്ല. അത് നന്നാക്കാൻ നോക്കണം. ഇനി ഈ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ എന്നെ ഉന്തിത്തള്ളിയിട്ട് മുസ്ലിം ഭീകരവാദികളുടെ പിന്തുണ വന്നുകൊണ്ട് എല്ലാം കിട്ടുമെന്നും പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രശ്നം. മുസ്ലിം ഭീകരവാദികളെല്ലാം കൂട്ടത്തിലുണ്ടല്ലോ പിണറായിയുടെ. അത് പിണറായി ഇങ്ങനെ ഉടനെ കിട്ടും നടക്കുക. പക്ഷേ വരുന്ന അവിടെ എന്നാന്നറിയാം, കിട്ടുകയല്ല. ഈ മുസ്ലിം ഭീകരവാദികളെ മാന്യന്മാരായ മുസ്ലിങ്ങളൊന്നും ഭീകരവാദത്തിന് കൂട്ടില്ല. ഈ രാജ്യം രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരാരും ഇതിന് കൂട്ടി നിൽക്കുകയില്ല. അങ്ങനെ വരുമ്പം പിണറായിയുടെ കഷ്ടകാലം. അതാണ് പ്രശ്നം. ഈ കെ മുരളീധരനെ സുരേന്ദ്രൻ BJPയിലേക്ക് ക്ഷണിക്കുന്നു. BJPയിലേക്ക് വന്നാലേ കെ മുരളീധരൻ ജയിക്കുള്ളൂ എന്ന് സുരേന്ദ്രൻ പറയുന്നു. അത്തരം ഒരു അഭിപ്രായം, അത്തരം ഒരു കാര്യങ്ങളോട് എന്താ? സുരേന്ദ്രന്റെ അഭിപ്രായം പറഞ്ഞത് എനിക്ക് അഭിപ്രായം പറയാൻ അറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരഭിപ്രായം പറഞ്ഞില്ലല്ലോ. കെ മുരളീധരൻ ഒരു കരുണാകരന്റെ മകനെന്നതിൽ എനിക്ക് വ്യക്തിയോട് ഭയങ്കരമായ സ്നേഹമുണ്ട്, അത് അടുപ്പമുണ്ട് നല്ല. പക്ഷെ വേറെ കാര്യമാണ്, തൃശ്ശൂർ മത്സരിക്കാൻ കൊണ്ട് അങ്ങനെ ഇട്ടത് തെറ്റായി. വടകരയായിരുന്നെങ്കിൽ മുരളി ജയിക്കുമായിരുന്നല്ലോ. എന്തിനാ മുരളിയെ മാറ്റിയത്? അപ്പൊ ഞാൻ അത് കുറ്റപ്പെടുത്തുകയല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിലയിലാണ് അവർ കൊണ്ടുവന്ന് മുരളി അവിടെ ഇട്ടത്. കാരണം സുരേഷ് ഗോപിയുടെ വിജയം എന്തെങ്കിലും കാണിച്ചാൽ തടയാൻ പറ്റും എന്നൊരു ദുഷ്ടലാക്കോ, അത് ഒരു രാഷ്ട്രീയപ്പെട്ട ആവശ്യമാണ്. പക്ഷെ അത് ജനം സമ്മതിച്ചില്ല, അത്രേ ഉള്ളൂ. പക്ഷെ മുരളീധരന് ഇനിയും രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു നല്ല കാഴ്ചപ്പാട് പോകുന്ന ആളാണ്. KPC പ്രസിഡന്റായിരുന്ന മുരളീധരൻ ഏറ്റവും നല്ല ഒന്നാമതൻ KPC പ്രസിഡന്റായിരുന്നു. ഗ്രൂപ്പില്ലാതെ കോൺഗ്രസ് പ്രവർത്തിച്ച ഏക കാലഘട്ടം നടന്ന KPC പ്രസിഡന്റായിട്ട് മുരളീധരൻ ഇരുന്നപ്പോഴാണ്. അതിന് അങ്ങേർക്ക് അതിനുള്ള അവസരം ഉണ്ടാവുന്നേ. ഈ BJPയിലേക്ക് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്തെങ്കിലും സ്ഥാനം കൊടുത്ത് മുരളീധരനെ കോൺഗ്രസിൽ തന്നെ നിലനിർത്തുമെന്നൊക്കെ നമ്മുടെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത്? അതിപ്പം തന്നെ എന്നാ കൊടുത്താലും പോകാനുള്ളൊരു മനസ്സിലായില്ല, കൊടുത്തിട്ടൊരു കാര്യമില്ല. പക്ഷേ മുരളീധരനെ ഒരാൾ BJPയിലേക്ക് വരുന്നെങ്കിൽ അത് വളരെ വലിയ വിജയമായിരിക്കും. ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. എന്നാന്ന് വെച്ചാൽ മുരളി ഒരു നല്ല നേതാവ് എന്തെങ്കിലും വന്നാൽ നല്ലതാണ്. EP ജയരാജനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ BJPയിലേക്ക്? EP ശുദ്ധനായ മനുഷ്യനില്ല, വരുന്ന വരട്ടെ, അതിനാ കുഴപ്പം. ശുദ്ധനാണ്, പാവം, നല്ല മനുഷ്യനായി EP.
എല്ലാവരും അങ്ങേരായിട്ട് വട്ട് കെട്ടും. എനിക്കത് കാണുമ്പോൾ സങ്കടമാണ്. പാവമാണ്. അങ്ങേര് വട്ട് കളിപ്പിക്കുകയാണോ ബാക്കിയുള്ളവരെ? അതെ, നീ അങ്ങേരെ കളിപ്പിക്കുകയല്ല, അങ്ങേരെ ചുമ്മായിട്ട് വട്ട് കളിപ്പിക്കുന്നത് ശരിയല്ലത്. പുള്ളി ഒരു മാന്യനായ ഒരു പ്രവർത്തനാണ്. പുള്ളി വലിയ അറിവുകളൊന്നുമില്ല, മനസ്സിൽ തോന്നില്ല വിളിച്ചു പറയും. അതുകൊണ്ടല്ല പന്നികളുടെ കാര്യമൊക്കെ അങ്ങനെ വന്നത്. അത് മനഃപൂർവ്വം പത്രക്കാർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷെ നല്ലവനെ. ഒരു ചായ കുടിക്കാനായിട്ട് പ്രകാശ് ജാവേക്കർ ഇപിയുടെ വീട്ടിൽ പോയി എന്നൊക്കെ പറയുന്ന അത് മനഃപൂർവ്വം ഇപി മന്ദബുദ്ധി ആകുന്നതാണോ അതോ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതാണോ? കേരളത്തിൽ ജനങ്ങളെ വിഡ്ഢിയാക്കണില്ല. ഭൂരിപക്ഷം വിഡ്ഢിയായതുകൊണ്ടാണ് ഈ ഭരണം നടക്കുന്നത്. അപ്പം പിന്നെ വർത്തമാനം പറയണം. വിഡ്ഢിയല്ലാത്തതുണ്ടെങ്കിൽ ഇതും പഠിച്ചിറക്കലായിരുന്നു. അതുകൊണ്ട് അത് കാര്യമില്ല. പിന്നെ ഈ ഇപി ജയരാജൻ ഈ ജാവേദ്കർ എല്ലാവരുടെയും വീട്ടിൽ പോകുന്ന ആളാണ്. കാരണം പുള്ളിയുടെ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ വരും. അങ്ങനെ എല്ലാ ചായ കുടിക്കാനാണോ? അത് എനിക്ക് അതാ എന്റെ ചോദ്യം, ചായ കുടിക്കാൻ വന്നാണോന്ന്. പുള്ളി ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടതുപക്ഷ വലതുപക്ഷ BJP നേതാക്കളുടെ വീട്ടിൽ ഇങ്ങനെ പോകുന്ന എന്നാണ് കണക്കാക്കേണ്ടത് എന്റെ ചോദ്യം. പുള്ളി ഇവിടെ വന്ന എന്നോട് രാഷ്ട്രീയം സംസാരിക്കാൻ വന്ന. അപ്പൊ ഇപിയുടെ വീട്ടിൽ ചായ കുടിക്കാനും പോയി. ഇപി അല്ലേ പറയേണ്ടത്, അല്ല ജാവേദ്കർ പറയണം. ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാമോ ഇപി BJPയിലേക്ക്? ഈ അങ്ങനെ കണക്കാക്കണ്ട. കാരണം പക്ഷെ വേറെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരാൻ കഴിയില്ല. ഓൾ ഇന്ത്യ ബേസിൽ തീർന്നു പോയി. ഇതാണ് MP-മാരുടെ എണ്ണം 4 ആകെ. മനസ്സിലായില്ലേ? അഖിലേന്ത്യാ പാർട്ടി പറഞ്ഞ് നിൽക്കാമെന്നുള്ളൂ. എവിടെ പോയി നിൽക്കിയത്? പിണറായി വിജയൻ മേടിക്കുന്ന കാശിന്റെ പകുതി ഡൽഹി കൊടുക്കണം, അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാന. പുള്ളി കൈക്കൂലി മേടിക്കുന്ന കാശുണ്ടാക്കുന്നതും പകുതി ഇങ്ങനെ പാർട്ടിയെ നിലനിർത്താൻ വേണ്ടിയാണ് കേട്ടോ. അതും പറയണമല്ലോ, ഞാൻ പറയുമ്പോൾ എല്ലാം അങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ വലിയതാണെന്ന് ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ ഭരണം കൂടെ പോയാൽ അന്നേരം AK സെന്ററൊക്കെ പൂട്ടും. ആര് ജനം കൊടുക്കും? പിണറായി തന്നെ കൊടുക്കും. പിണറായിക്ക് തലയ്ക്ക് ഓളം വല്ലോ ഒന്ന്. വലിയ പ്രശ്നമാണ്. ഈ കോൺഗ്രസിൽ മുഴുവൻ ഗ്രൂപ്പിസമാണ്. എവിടെ തിരിഞ്ഞാലും ഗ്രൂപ്പിസം മാത്രമേ ഉള്ളൂ. നിയന്ത്രിക്കാനോ നന്നാക്കാനോ നയിക്കാനോ ഒരു നേതാവ് കോൺഗ്രസിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത തവണ ഭരണം UDF-നാണ് കിട്ടുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്? അതിനുള്ള പിടിവലികൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അത് പറയാനായിട്ട് ദൈവം തമ്പുരാനല്ലാതെ ആർക്കും കഴിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതാ പോക്കെങ്കിൽ എങ്ങനെ വരും എനിക്കറിയത്തില്ല. അടുത്ത തവണ 26 ഇലക്ഷനിൽ BJP 30 കൂടുതൽ സീറ്റ് വരും. 30 കൂടുതൽ അസംബ്ലി. ഇപ്പൊ 11-12 ലീഡാണ് ഇപ്പോഴേ. അത് എനിക്ക് നല്ല തന്നെയാണ് ഉണ്ടോ 30 ആക്കാവുന്നു. 30 സീറ്റുമായിട്ട് വന്നാൽ ഞങ്ങൾ തീരുമാനിച്ചോളാം ആര് മുഖ്യമന്ത്രിയാണെന്നൊക്കെ. അപ്പൊ അല്ലാതെ ഞാൻ കൂടെ തോന്നുന്നയാൾ വേണമെങ്കിൽ നമുക്ക് 30 പോയിട്ട് 110 ഉള്ളൂ. 50-60 വെച്ച് വീതിച്ചു പോയാൽ ഞങ്ങൾ തീരുമാനിക്കുക ആര് മുഖ്യമന്ത്രിയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ പറയാം. 2026 BJP തീരുമാനിക്കുക കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല 2029 താമര ചിഹ്നത്തിൽ ജയിച്ച BJP-ക്കാരൻ കേരളത്തിന് മുഖ്യമന്ത്രിയാവും. എഴുതിട്ടോ, ഒരു സംശയം വേണ്ട. അങ്ങനെ ഒരു കേരളത്തിലൊരു മുഖ്യമന്ത്രി ആരായിരിക്കും BJP-യുടെ? അതാരാന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ചുമ്മാ പ്രഖ്യാപിക്കണ്ട. കാരണം ആരാ വളർന്നത്? ഇപ്പം 5 കൊല്ലമില്ലേ, വരട്ടെ നോക്കാം. നല്ല മിടക്കന്മാരൊക്കെ വളർന്നു വരുന്നു. നല്ല അതിപെരുപ്പന്മാരെ ചെറുപ്പക്കാരുണ്ടെന്ന്. അത് പ്രത്യേകം ഇവരാരും ഈ BJP-യുടെ നേതാക്കന്മാരാരും ആളുകളെ ചൊന്നിലും ബന്ധം വർത്താനം പറയുന്നില്ല, മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഒരു ഇഷ്യൂ വരുമ്പോൾ അവരുടെ ഇടപെടൽ നമുക്ക് മനസ്സിലാവും. RSS അറിയാതെ ഒന്നും നടക്കില്ലെന്ന്. RSS എടുക്കുന്ന തീരുമാനം എന്തോ അതവർ പ്രാവർത്തികമാക്കും. RSS പോലെ മിലിറ്റന്റ് ഒരു ഫോഴ്സ് പുറകിലുള്ളതാണ് BJP-യുടെ നന്മ. BJP-യുടെ രക്ഷ അതാണ്. BJP ഇപ്പം ഉദാഹരണം പറയാം. അപ്പോൾ മോദി RSS-ലൂടെ വന്നയാളാണ്. യോഗി ആയിരുന്നത് RSS-ലൂടെ വന്ന. ഈ RSS-ലൂടെ വന്നവർക്ക് ഒരു പ്രത്യേക കൾച്ചറുണ്ട്. അതങ്ങനെ വെയിലത്ത് വാടുന്ന സ്വഭാവത്തില്ല ഇതിനകത്ത്. അതായിരുന്നു പ്രത്യേകത. ഈ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ കൂടിയ ഷോൺ ജോർജ് ആണ് വലിയൊരു, അതായത് പിണറായി സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്.
അതായത് മൂട്ടിൽ തീ പിടിച്ചതുപോലെയാണ് വീണയും പിണറായിയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ ഗതി അത് ഇനി ഈ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് കേന്ദ്രം ഇപ്പൊ വരും, പിടിക്കും, ED വരും, SFIO വരും, ഇപ്പൊ പിടിക്കും. പക്ഷെ ഇതുവരെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇവരിങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങി ജീവിതം നയിച്ച് സുഖലോലുപരായി നടക്കുന്നുണ്ട്. ഹൈക്കോടതി ഒരു ഗവൺമെന്റ് ഔദാര്യത്തോടെയല്ല ഷോൺ ജോർജ് ഈ നടപടി സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എൻക്വയറി ചെയ്യാം. SFI എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക. ED ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പോരാ. യാതൊരു സംശയം വേണ്ട, നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. അതിന് കാരണം എന്ന് വെച്ചാൽ 1.72 കോടി രൂപ ഈ CMRൽ ഈ വീണ ജോർജിന്റെ കമ്പനി കൊടുത്തത് വ്യക്തമായി എവിഡൻസ് ആണ്. ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഇനി എങ്ങനെ മാറ്റാൻ പറ്റും? ബാക്കി കോടാനുകോടി രൂപയുടെ ഉണ്ട്. അത് വേറെ തെളിവെടുക്കേണ്ടി വരും. ഇത് തെളിവിങ്ങനെ നേരത്തെ തെളിവായിട്ട് ഇരിക്കുക. അതിനെന്ത് ചെയ്യും? അതുകൊണ്ട് വീണ അറസ്റ്റ് ചെയ്യപ്പെട്ടേ മതിയാവും. അതിനകത്ത് അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് PV എന്ന്. PV ആണ് നിർദ്ദേശം. PV ആരാ? പിണറായി വിജയനെ അപ്പൻ. അകത്ത് പോകേണ്ടി വരും. അത് കാണേണ്ട ഗതികേട് ഉണ്ടാവാമെന്ന് എന്റെ ആഗ്രഹം. പക്ഷെ കാണേണ്ടി വരും. ഈ സുരേഷ് ഗോപി ട്രോൾ ചെയ്തവരോട് എന്താ മറുപടി പറയാനുള്ളത്? നിങ്ങൾ മനുഷ്യരോട് മാന്യത പുലർത്തുക. നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് തന്റെ സ്വത്തും സമ്പത്തും എല്ലാം ദാനം ചെയ്തുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന പൊതുപ്രവർത്തകരെ അപമാനിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ ഈ പണി നിർത്തണം. ട്രോളെന്ന് പറഞ്ഞൊക്കെ അപമാനിക്കുന്ന ട്രോൾ ഇടരുത്. നേരെ മറിച്ച് ഒരു കൊള്ളക്കാരനാണ്, അവനെതിരായിട്ട് എന്ത് കിട്ടോ? ഇതുപോലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളെ വൃത്തികേടായിട്ട് അങ്ങനെ മനസ്സിടിക്കുന്നത് ശരിയാണ്. അത് ചെയ്യരുതെന്ന് എന്റെ അഭിപ്രായം. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഇനി എത്ര കോൺഗ്രസുകാരും എത്ര ഇടതുപക്ഷക്കാരും BJPയിലേക്ക് വരും? മുതിർന്ന നേതാക്കന്മാർ, EPA പോലുള്ള ജനസ്വാധീനമുള്ള, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രമേൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അഥവാ വരുമെന്ന് എനിക്കറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ പറയല. പിന്നെ എന്നോട് നീ ചോദ്യം. അപ്പൊ വരും. പിണറായി ഒഴിച്ചുള്ള എല്ലാവരെയും BJPയിലേക്ക് വലിക്കാനുള്ള ശ്രമമാണോ? പിണറായി കൂടെ പോരട്ടെ. അല്ല, പിണറായി വേണ്ടെന്ന് നേരത്തെ BJPക്കാര്. പിണറായി വരട്ടെ എന്ന് മേലിൽ കക്കരുന്ന് എഴുതി തന്നേച്ചു. പാട്ടിൽ കറക്കിയിട്ട് ജയിലിൽ മോഷ്ടിക്കില്ലാതെ എഴുതി തരണം. പിണറായി ഉൾപ്പെടെ BJPയിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ആരെയും നമ്മൾ ഒഴിവാക്കരുത്. എല്ലാരും വരട്ടെ, എല്ലാരും ഒരുമിച്ച് പോവാം. പക്ഷെ മോഷണം പിടിച്ചോറി നടക്കില്ല. അത് പറഞ്ഞു. അങ്ങനെ പിണറായി BJPയിലേക്ക് വന്നാൽ നിങ്ങൾ അധികാരത്തിലേറി ഏത് വകുപ്പായിരിക്കും പിണറായിക്ക് നൽകുന്നത്? പിണറായി ജയിൽ വകുപ്പ്. അകത്തോട്ട് പോകണമല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാലും കേസെന്തിനാ മോശമില്ല. അപ്പൊ ജയിൽ വകുപ്പ് അകത്തോട്ട് പോവാം. സെൻട്രൽ ജയിൽ വകുപ്പ്. മതിയായോ? എന്തായാലും PCക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ടത്തെ പോലെയല്ല, കുറെ മറച്ചു വെക്കലുകൾ ഇപ്പോ ശീലിച്ചു തുടങ്ങിയിരിക്കുന്നതെന്ന്. പണ്ടെല്ലാം തുറന്നടിച്ച് പറയുന്ന ഒരു PC ജോർജിനെയാണ് കേരള ജനത കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച ഒരു PCയാണ്. ഞാൻ PCയെ എന്റെ കരിയർ തുടക്കം മുതൽ ഞാൻ കാണുന്നതാണ്. PCയെ എന്റെ വൈറലായ ആദ്യത്തെ ഇന്റർവ്യൂ മുതൽ ഞാൻ PCയോടൊപ്പം ഇങ്ങനെ ഏത് ഇന്റർവ്യൂവിലും ഞാൻ PCയോട് അപ്പോഴൊക്കെ തുറന്നടിച്ച് കൃത്യമായ മറുപടികൾ പറയുന്ന PC ഇപ്പൊ എവിടെയൊക്കെയോ ഒന്ന് ചുരുങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? തുറന്നു പറച്ചിലുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ടാണോ? അല്ല, പ്രായം കൂടുന്നതുകൊണ്ടാണ്. പ്രായം കൂടുന്നവർ വിവരം വെക്കുന്നു, അങ്ങനെയാണോ? അതെ. പക്ഷെ അത് ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് എപ്പോഴും തുറന്നു പറയുന്ന ഒരു PCയാണ് ഇഷ്ടം. PC പറഞ്ഞ ജനങ്ങൾ അംഗീകരിച്ചോളൂ. ഞാൻ ഏറ്റിരിക്കുന്ന കാര്യം ധൈര്യമായിട്ടിരുന്നു. ഉടനെ കുറച്ച് തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും. സാഹചര്യം പറയേണ്ടി വന്നാൽ പറയും. ഒരു ക്ഷമയില്ല, പറയേണ്ടതെന്ന് ഞാൻ പറയും. അപ്പൊ ഇനിയും ഇടതുപക്ഷത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഉണ്ട്, സംശയമുണ്ട്. നമ്മൾ പറയാത്ത വരട്ടെ. എന്തായാലും PC മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. 2026 BJP തീരുമാനിക്കും ഇവിടെ ആര് ഭരിക്കണം, ആര് മുഖ്യമന്ത്രിയാകണം എന്നൊക്കെയുള്ളത്. അത്തരത്തിലേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാൽവയ്പും എന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ക്യാമറാമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ. താങ്ക് യു. ധന്യാശേഖരൻ ധന്യാശേഖരൻ ചോദ്യം